പാലക്കാട് മേപ്പറമ്പിൽ മകളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. റഫീഖിന്റെ ഏക വരുമാന മാർഗമാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന അതിക്രമത്തിൽ ഇല്ലാതായത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവ് ആഷിഫും സഹോദരനും അറസ്റ്റിലായിട്ടുണ്ട്. റഫീഖുമായി പ്രിയ ഇളവള്ളി മഠം സംസാരിച്ചു. അതിലേക്ക് ആദ്യം. മേപ്പറമ്പ് സ്വദേശി റഫീഖ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. 4 മക്കളുള്ള അദ്ദേഹത്തിന്റെ ഏക വരുമാന മാർഗവും ഇതാണ്. ഈ ഓട്ടോറിക്ഷയാണ് ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരൻ വന്ന് തീയിട്ട് കത്തിച്ചത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ 10ാം ക്ലാസ്സുകാരിയാണ്, 15 വയസ്സാണ്. ഈ കുട്ടിയെ പലപ്പോഴായി ഈ പ്രദേശവാസിയായ ഒരു യുവാവ് പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു. ഇത് പിതാവായ റഫീഖ് ചോദ്യം ചെയ്തു. ഇതിന്റെ വൈരാഗ്യമാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുകയും ചെയ്തത്. ഇന്നലെയും ഇങ്ങനെ എന്തെങ്കിലും എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ടായോ? ഇന്നലെ ഇതിപ്പോ കുട്ടി ഒരു മാസമായി എന്നെ കൊണ്ട് പറയുന്നു ഇങ്ങനെ ശല്യം ചെയ്യുന്നു. അപ്പൊ ഞാനത് കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ വിട്ടു. പിന്നെയാണ് പറഞ്ഞ ചേക്കന് 10-30 വയസ്സുണ്ട് തോന്നുന്നുണ്ടോ, അപ്പൊ എന്നെമാതിരിയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയോ. പിന്നെ 2 ദിവസം മുന്നേ അവൻ എന്താ കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഡോറൊക്കെ തുറന്നിട്ട് കയറടിയെന്നാ എന്തൊക്കെയാ പറഞ്ഞിരിക്കണം. അതേമാതിരി ആ കുട്ടിക്ക് വാച്ച് സ്പ്രേ ഒക്കെ ഞാൻ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ കുട്ടീനെ എന്തൊക്കെയാ പേടിച്ചിട്ടുണ്ടാവില്ല. കുട്ടി പേടിച്ചിട്ട് ഇനി ഞാൻ ട്യൂഷന് പോകുന്നില്ല, സ്കൂളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ വൈഫ് എന്റെ അടുത്ത് കാണിച്ചത് ഈ പയ്യനാണ് മോള് പറഞ്ഞ പയ്യെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇവൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ മോള് അതേമാതിരി ട്യൂഷന് പോണ സമയത്ത് ഈ പയ്യൻ അതിന്റെ പുറകുവശത്ത് കൂടെ ബൈക്കിൽ പയ്യനും വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. രണ്ടാളും കൂടെ അവിടെ വന്നു. അപ്പൊ ഞാൻ വണ്ടിയും കൊണ്ട് നേരെ ട്യൂഷന്റെ സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി നിന്നപ്പോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഈ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത്? എന്താണ് ചെറിയ കുട്ടികളല്ലേ, നീ എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അല്ല അത് ഞാൻ എൻ്റെ പെങ്ങളുടെ കുട്ടിയാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്റെ പെങ്ങളുടെ കുട്ടി, എൻ്റെ മോൾ എങ്ങനെ നിന്റെ പെങ്ങളുടെ കുട്ടിയായി എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ആള് മാറിപ്പോയതാണ്, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവൻ്റെ ഫോട്ടോ വണ്ടിയുടെ ഫോട്ടോ എടുത്തു, വണ്ടി നമ്പറുടെ ഫോട്ടോ എടുത്തിട്ട് ഞാനത് പോലീസിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ല, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അവൻ പോയി. പിന്നെ രാത്രി ഒരു 10 മണിക്കൊക്കെ ഇവിടെ വന്ന് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ. അത് കഴിഞ്ഞ് 12 മണിക്ക് വന്ന് ചെയ്തതാണ്. ശബ്ദം കേട്ടിട്ടാണോ നിങ്ങൾ പുറത്തു വന്നത്? ഇവിടെ ആൾക്കാർ വിളിച്ച് പിന്നെ ഇതിന്റെ വീടിന്റെ ഉള്ളിൽ മൊത്തം പുക നിറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി. നമുക്ക് ശ്വാസം മുട്ടിയിട്ട് ശ്വാസം എടുക്കാൻ കിട്ടാണ്ടായിട്ട് ഞാൻ ഡോർ തുറന്നപ്പോൾ മൊത്തം തീയോ ആളിയത്. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല, പുക മൊത്തം ഇറങ്ങിയാണ്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും പാടെ വന്ന് ആ വീട്ടുകാർ, അപ്പുറത്തെ വീട്ടുകാർ, ആ പയ്യനൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും വന്ന് വെള്ളം ഒഴിച്ചിട്ടാണ്. അപ്പോഴേ അവനെ പിടിക്കാൻ പറ്റുമോ? ഇല്ല, ഓടി ബൈക്കിലായിരുന്നു അവർ പോയി. പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ നോക്കിയിട്ട് പിന്നെ രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു. രാവിലെ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. മൊഴി കൊടുത്തിട്ട് വന്നിട്ട് പേടിയുണ്ടോ? അങ്ങനെ പേടിയുണ്ട്. ഇനി ഇറങ്ങി വന്ന പെൺകുട്ടികൾ മാത്രമേ, ഞാൻ തൊഴിലിനും പോവും, പെൺകുട്ടിയും വയസ്സായവരും ഉമ്മയും വൈഫുമാണ്. അവര് എന്താ അടിച്ചിട്ട് വരുന്നത് എന്താന്ന് പറയാം. പെൺകുട്ടികൾ മാത്രമല്ല, വന്ന് കയറി എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ നമുക്ക് മുതൽ പോകില്ലേ. ആ പേടി നല്ലുണ്ട്. സ്കൂൾ ട്രിപ്പ് കൊണ്ട് ജീവിക്കണം. നാളെ എങ്ങനെ രാവിലെ സ്കൂൾ ട്രിപ്പ് എടുക്കുന്നുള്ളൊരു വിഷമത്തിലാണ് നിൽക്കുന്നത്. ഞാൻ വരുമാന മാർഗം തന്നെ മുട്ടിയില്ലേ? നല്ല മുട്ടിയിട്ടുണ്ട്. കുറച്ച് ബാധ്യതകളോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിക്കുന്നത്. ഈ പ്രതിയായ ആഷിഫ് ഈ വീടിന്റെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് അയാളുടെയും വീട്. അയാളെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ കുടുംബം. രാജേഷ് തകഴിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലക്കാട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി പ്രിയ ചേരുന്നുണ്ട്. ഈ കുടുംബത്തിന് പ്രിയ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ആശങ്കയുണ്ട്. വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇയാൾ നടത്തുമോ എന്ന്. മറ്റൊന്ന്, പ്രതി ലഹരിക്കടിമയാണെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പ്രിയ, സത്യത്തിൽ ഇതെന്തൊരു നാടാണ്? സ്വന്തം 15 വയസ്സുള്ള മകളെ ഒരാൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു. കുട്ടി പരാതി പറയുന്നു. ആവർത്തിച്ച് പരാതി പറഞ്ഞപ്പോഴാണ് ഈ രക്ഷിതാവ് ഇതിൽ ഇടപെടുന്നത്. ആ ഇടപെട്ട ആളുടെ ഓട്ടോ ഈ തൊട്ട് 1/2 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന ഒരാൾ വന്ന് രാത്രി കത്തിക്കുക. ഇത് ആ കുടുംബത്തിന്റെ വരുമാന മാർഗം തന്നെ അടച്ചു കളഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സങ്കടം. എന്താണ് സംഭവിച്ചത്? പോലീസിൽ നിന്നടക്കം കിട്ടുന്ന വിവരം എന്താണ് ഇയാളെ കുറിച്ച്? നിമ്മി, മേപ്പറമ്പ് കുറിച്യാങ്കുളം എന്നൊരു സ്ഥലമാണ് ഇത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, വളരെ സാധാരണക്കാരായ ആളുകൾ, അന്നത്തെ വരുമാനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ റഫീഖിന്റെ വീട് തന്നെ കണ്ടാൽ അറിയാം, ഈ വീടിന് മുന്നിൽ വലിയൊരു മുറ്റമൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് കത്തിയപ്പോൾ തന്നെ വീടിനകത്തേക്ക് പുക വന്നു. അവർ തക്ക സമയത്ത് അറിഞ്ഞതുകൊണ്ട് മാത്രം ഈ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വീട് പോലും കത്തി നശിക്കാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ ശബ്ദവും ഈ പുകയൊക്കെ അറിഞ്ഞാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്. എല്ലാവരും കൂടി ചേർന്നാണ് ഇത് വെള്ളമൊഴിച്ച് തീ
അണയ്ക്കുകയും ചെയ്തത്. അപ്പോഴും വലിയൊരു ആശങ്ക തന്നെയാണ്. കാരണം റഫീഖിന്റെ അമ്മ, ഭാര്യ, 4 പെൺമക്കളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടാകുമെന്ന ആശങ്ക ഈ കുടുംബത്തിന് ആകെ തന്നെയുണ്ട്. കാരണം 1 മാസമായി ഈ യുവാവ് 15 വയസ്സുള്ള പെൺകുട്ടിയുടെ പിറകെ നടക്കുന്നു. 30 വയസ്സാണ് ഈ പ്രതിയായ ആഷിഫിന് ഉള്ളത്. ഇയാൾ വെറുതെ പിറകെ നടന്ന് സാധാരണ ഒരു പൂവാല ശല്യം എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കാർ കൊണ്ടുവന്ന് കുട്ടിയുടെ അടുത്ത് നിർത്തുന്നു, പെട്ടെന്ന് കാർക്ക് നിന്നെ പലയിടത്തും കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള വർത്തമാനമൊക്കെയാണ് പറയുന്നത്. 15 വയസ്സുള്ള പെൺകുട്ടിയാണ്, ശരിക്കും പേടിച്ചു പോയി. അങ്ങനെയാണ് മറ്റ് വഴിയില്ലാതെ റഫീഖ് ഇതിൽ ഇടപെടുകയും ചെയ്തത്. ആ ഇടപെട്ടതാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്നതാണ്. രാത്രി 10 മണിക്ക് ഈ പ്രദേശത്തൊക്കെ വന്ന് നോക്കുന്നു. അതിനുശേഷം 12 മണിക്ക് ഇവിടെ എത്തിയാണ്. അതായത് ഇത്രയും വീടുകൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് പ്രതി ഒപ്പമുള്ള സുഹൃത്തിനൊപ്പം വരുന്നത്. അതിനുശേഷം ഇത് കത്തിക്കുകയാണുണ്ടായത്. ഈ പ്രദേശവാസികളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങളൊക്കെ ഇത് എങ്ങനെയാ അറിഞ്ഞതപ്പോ? ഞാനൊന്ന് കാലത്ത് അറിഞ്ഞേ. കാലത്ത് അടുത്തുള്ള ഒരാൾ പറയുക ചെയ്തു, ഇവിടെ സുഹൃത്ത് എന്ന് പറഞ്ഞ റഫീഖ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചെന്ന് അറിഞ്ഞു കൊടുത്താൽ ഞാൻ ഇവിടെ എത്തി. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ സംഭവം അറിയണത്. പക്ഷെ ഞാൻ ദിവസേന കാണുന്ന കുട്ടിയാണത്. എൻ്റെ പിന്നെ കൂടത്താണ് സ്കൂളിലേക്ക് പോകുമ്പോൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി കണ്ടിട്ടുണ്ടാവില്ലേ? രാത്രി കത്തുന്ന സമയത്ത് വന്ന് കിടത്താൻ നിന്നു. ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. ആരെങ്കിലും ആ സമയത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? മുമ്പായിട്ടൊരു 10:30 സമയത്ത് എന്താ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ പയ്യനെ? ഏതാണ്ട് പരിചയമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അയാളുടെ ഒരു പശ്ചാത്തലമൊക്കെ? ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തെങ്കിലും അവരുടെ കുടുംബം റഫീഖ് ഉണ്ട്, കുടുംബം പിന്നീട് ബന്ധപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, കുടുംബക്കാർ ഇപ്പൊ വന്ന് സംസാരിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അവരാരെയും കണ്ടിട്ടൊന്നുമില്ല. നമുക്കിപ്പോ അവരെ കാണണമെന്നല്ലേ, നമുക്ക് ആരെയും കാണണമെന്നില്ല. കാരണം ഞാൻ നാളെ ഇനി എന്ത് ചെയ്യാൻ, നമ്മുടെ വരുമാനം മുട്ടി നിൽക്കാനെന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷ കൂടിയല്ലേ? ഇപ്പോ അറസ്റ്റിലായിരിക്കുകയാണ് രണ്ടുപേരും, ആഷിഫും സുഹൃത്തും. രാവിലെ സ്റ്റേഷനിൽ പോയിരുന്നു, കണ്ടിരുന്നു. അതേസമയം പോക്സോ വകുപ്പ് ചുമത്തിയിട്ടില്ല. കാരണം 15 വയസ്സുള്ള പെൺകുട്ടി തന്നെയാണല്ലോ നിരന്തരം ഇത്തരത്തിൽ ശല്യം ചെയ്യുന്നത്. അപ്പൊ അത് ഞങ്ങളോട് ചോദിച്ചു, അതെന്താ ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ചിട്ട് മറുപടി പറയാനാണ് സാർ പറഞ്ഞിട്ടുള്ളത്. കേസുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നിപ്പോ എന്റെ മോൾക്ക് സംഭവിച്ചത് നാളെ ഒരുപാട് പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിച്ചവരാണ്. ഇങ്ങനെയുള്ളവന്മാർ ഒരുപാട് പേരുണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. ഓരോ മാതാപിതാക്കൾക്കും ധൈര്യമായിട്ട് ജോലിക്ക് പോകണം, കിടന്നുറങ്ങാനും സമാധാനം കിട്ടണം പറഞ്ഞാൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിൽ അതൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു പെൺകുട്ടികളൊക്കെ ഒരുപാടുള്ള ഒരു പുലർച്ചെ വരെ ഒരു മന്ദഗതി തന്നെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങളൊക്കെ. രാവിലെ ഒരു 7 മണിയോടുകൂടി ഞാൻ ഇവർ അറിഞ്ഞു പറഞ്ഞ പാർട്ടി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് സുരേഷ് ബാബുട്ടൻ പിന്നെ നേരിട്ട് നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വളരെ വേഗം ഏകദേശം അരമണിക്കൂറിനകം തന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്.